രാഹുലിൻ്റെ കേസ് വീണ്ടും വന്നത് തന്നെ സമൂഹത്തിന് ദോഷമായ ഒരു കാഴ്ചപ്പാടും ചിത്രമാണ് നൽകുന്നത്. കാരണം ആ സമയത്ത് ഒരാൾക്ക് കയ്യബദ്ധം പറ്റാം, ഒരു തെറ്റ് പറ്റാം, ആദ്യം തിരുത്താൻ ഒരു മനുഷ്യന് അവകാശമുണ്ട്. എന്നാൽ അതിലുപരി വീണ്ടും വീണ്ടും ആ തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ സമൂഹത്തെ മൂല്യച്യുതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണത് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ തലമുറക്ക് അത് തെറ്റായ സന്ദേശം നൽകും. എന്നെ സമീപിച്ചിരുന്നു, പക്ഷേ ഞാൻ ഏറ്റെടുക്കില്ല എന്ന് പറയാൻ കാരണം ഇത്തരത്തിൽ മൂല്യച്യുതി ഉണ്ടാക്കുന്ന ഇത്തരത്തിലുള്ളൊരു തെറ്റായ സന്ദേശം നൽകുന്ന ഒരു കേസിൽ വക്കാലത്ത് ഏറ്റെടുക്കുന്നത് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ എൻ്റെ നീതിക്ക് നിരക്കാത്തതെന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇത് സമൂഹം മനസ്സിലാക്കേണ്ട കാര്യമാണ്. നിയമപാലകർ അതിനെ നല്ല രീതിയിൽ തന്നെ പ്രസ്തുത വിഷയം കൈകാര്യം ചെയ്യണം. കാരണം ഒരു സ്ത്രീയും അപമാനിക്കപ്പെട്ടുകൂടാ, ഒരു സ്ത്രീയും ഉപദ്രവങ്ങൾ പരിക്കുകൾ ഏറ്റുകൂടാ. അവർ മാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. തെറ്റുകളുണ്ടെങ്കിൽ പരസ്പരം തിരുത്താനും പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നാട്ടിലുണ്ട്. കൗൺസിലിംഗ് ഉണ്ട്, മറ്റ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഉപദ്രവങ്ങളും കയ്യേറ്റങ്ങളും അക്രമങ്ങളൊക്കെ നിർത്തുന്ന രീതിയിലേക്ക് നല്ല ഒരു സന്ദേശമാണ് സമൂഹത്തിന് കാഴ്ചവെക്കേണ്ടത്. തെറ്റായ രീതിയിലുള്ള സന്ദേശം കാഴ്ചവെക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണത അവസാനിപ്പിക്കുക തന്നെ വേണം. എന്നോട് സംസാരിച്ച സമയത്തൊക്കെ വളരെയേറെ എന്താ പറയുക, ഒരു കാര്യങ്ങൾ ഓവർസീഡ് ചെയ്യുന്ന രീതിയിൽ എന്നോട് സംസാരിക്കാറ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആ സമയത്ത് അദ്ദേഹം മാൾട്ടയിൽ ജർമ്മനിയിലായിരുന്നു. ആ സമയത്ത് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിരുന്നു. വളരെ നല്ല രീതിയിൽ തന്നെ ആ കേസ് ഞാൻ പര്യവസാനിപ്പിച്ചതുമാണ്. പക്ഷേ പിന്നീടുണ്ടായ സംഭവവികാസങ്ങളെക്കുറിച്ച് എനിക്കറിവില്ല. അത്തരത്തിൽ വന്നൊരു സമയത്ത് അവരെ സമീപിച്ച കാര്യത്തിൽ എനിക്ക് ആ വക്കാലത്ത് ഏറ്റെടുക്കുന്നതിൽ നിയമപരമായ ബുദ്ധിമുട്ടില്ലെങ്കിൽ പോലും എനിക്ക് വ്യക്തിപരമായ ബുദ്ധിമുട്ടുണ്ട്.